ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്, ഡയറക്റ്റഡ് ബൈ ഗൗതം വാസുദേവ് മേനോൻ. പണ്ട് ഞാൻ ഈ പേര് കേൾക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഊർജ്ജം കൊള്ളുമായിരുന്നു. ഓരോ സിനിമയും കാത്തിരുന്ന് ഞാൻ കാണുമായിരുന്നു. പക്ഷേ എന്നെ നോക്കി പായും തോട്ട എന്നുള്ള സിനിമയ്ക്ക് ശേഷം എനിക്കിപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യാറില്ല. വെന്ത് തനിത് കാട് എന്നുള്ള സിനിമ എനിക്ക് പിന്നെങ്കിലും ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ പുള്ളിയുടെ പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന പോലെ എനിക്ക് ചിലപ്പോൾ അടിക്കും, ചിലപ്പോൾ വൻ നിരാശയായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പേര് കണ്ടിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഞാൻ വെക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുടെ ടീസറൊക്കെ കാണാൻ വേറെ ലെവലായിരിക്കും. പക്ഷെ പടം കണ്ടു കഴിയുമ്പോൾ ടീസർ മാത്രം കണ്ടാൽ മതിയായിരുന്നൊക്കെ തോന്നിപ്പോവും. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു എക്സ്പെക്റ്റേഷനിൽ ഈ സിനിമയ്ക്കും പോകുന്നുള്ളൂ. പക്ഷേ എനിക്കിതിൽ എക്സ്പെക്റ്റേഷൻ നൽകുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് മമ്മൂക്ക, രണ്ടാമത് മമ്മൂട്ടി കമ്പനി. ടെർബോ എന്നുള്ള സിനിമ ഒഴികെ ബാക്കി എല്ലാ മമ്മൂട്ടി കമ്പനി ഇതുവരെ എടുത്തിട്ടുള്ള സിനിമകൾ എനിക്കിഷ്ടമാണ്. ബാക്കിയെല്ലാം വേറെ ലെവലാണെന്നാണ് എൻ്റെ ഒരു നിലപാട്. ടെർബോ എനിക്ക് തീരെ ഇഷ്ടപ്പെടാഞ്ഞൊരു സിനിമയായിരുന്നു. അത് ഞാൻ അന്നും പറയുന്നു, ഇന്നും പറയുന്നു, എന്നും പറയുന്നു. അതിലൊരു മാറ്റമില്ല. എനിക്ക് ആ സിനിമ തീരെ ഇഷ്ടപ്പെട്ടില്ല. ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടു, വെൽ ആൻഡ് ഗുഡ്, ഒരു കുഴപ്പമില്ല. പക്ഷേ എനിക്കത് എൻജോയബിളായിട്ട് ഫീൽ ആയില്ല. എന്തായാലും ഈ സിനിമ അങ്ങനെ ആവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊരു നർമ്മം കലർന്നുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മൂടി പോകുന്നൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീലായത് ഇതിൻ്റെ ടീസർ കണ്ടപ്പോഴേക്കും. സിനിമ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ടീസർ കണ്ടിട്ട് എനിക്ക് തോന്നിയ അഭിപ്രായം മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഗോകുൽ സുരേഷ് ഗഗനചാരി എന്നുള്ള സിനിമ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. സായാഹ്ന വാർത്തകൾ എന്നുള്ള സിനിമ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. പാപ്പ എന്നുള്ള സിനിമയിൽ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ ഗോകുൽ ഗഗനചാരിയിലെ പോലെ ഒരു ടൈപ്പ് റോളാണെങ്കിൽ അടിപൊളിയായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. കൊത്തലെ പോലെ ആവാതിരുന്നാൽ മതി. എന്തായാലും ഈ സിനിമയിൽ ടീസർ കണ്ടെടുത്തോളം എനിക്ക് ഒരു ഫണ്ണി ക്യാരക്ടറായിട്ടാണ് ഫീലായത്. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നത് ഓബ്വിയസ്ലി ഷെർലോക്ക് ആൻഡ് വാട്സനെയാണ്. അതുകൊണ്ട് തന്നെ ഇത് ആ ഒരു വൈബിലെടുത്തേക്കണ സിനിമയാണെന്ന് എനിക്ക് ഫീൽ ആവുന്നുണ്ട്. ഇതിനകത്ത് ഇവരുടെ ആഡ് കാണിക്കുന്നുണ്ട്, കലൂർ ഭാഗത്തുള്ള ഇവരുടെ ഓഫീസിനെ പറ്റി. അതിനകത്ത് ഇതേ 221 എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഐ തിങ്ക് ദിസ് ഇസ് എ ഹോമാജ് ടു ഷെർലോക്ക് ഇൻ എ ഗൗതം വാസുദേവൻ മേനോൻ വേ എന്നാണ് എനിക്ക് ഫീൽ ആവുന്നത്. ഓൾറെഡി തുപ്പരിവാൾ എന്ന് പറഞ്ഞ തമിഴിൽ മിഷ്കിൻ ഒരു സിനിമ എടുത്തിട്ടുണ്ടായിരുന്നു, പ്രസന്നേനെയും നമ്മുടെ വിശാലിനെയും വെച്ചിട്ട്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഡയറക്റ്റഡ് ബൈ വിശാൽ തന്നെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മിഷ്കിനായിട്ട് എന്തോ പ്രോബ്ലം ആയിട്ട് അവർ തമ്മിത്തലും ബഹളമൊക്കെ ആയിരുന്നു. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. എന്തായാലും വി ആർ ഗെറ്റിംഗ് ഷെർലോക്കിഷ് ടൈപ്പ് ഓഫ് മൂവി ബിഫോർ GTA 6 അങ്ങനെയാണോ എനിക്ക് പറയാൻ. എന്തായാലും ഗൗതം വാസുദേവൻ മേനോൻ്റെ ഇത്തവണത്തെ വെഞ്ചർ അടിപൊളി ആവട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. കാരണം നല്ല രീതിയിൽ അങ്ങേർക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് ധ്രുവ നക്ഷത്രം എന്ന് പറഞ്ഞ സിനിമ കാണാൻ പറ്റുള്ളൂ. ധ്രുവ നക്ഷത്രം എന്നാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായി. ധ്രുവ നക്ഷത്രം എന്നാണെന്ന് പറഞ്ഞത് അതിൻ്റെ വഴങ്ങുന്നില്ല. അത് വിക്രത്തിൻ്റെ സിനിമ, വിനായകനൊക്കെ ഉള്ള. കുറേ നാളെ അത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നില്ല, ഇതുവരെ വന്നിട്ടില്ല. സിമ്രനൊക്കെ ഉണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ കണ്ടുമാണ് അതിൻ്റെ ടീസർ വന്നത്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇത്ര കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴും അത് ഇറങ്ങിയിട്ടില്ല. ഇതിൻ്റെ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്ത റീഫണ്ട് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ സിനിമ ഇറങ്ങിയിട്ടില്ല. എന്തായാലും അത് കാണണമെങ്കിൽ ഗൗതം വാസുദേവൻ മേനോൻ കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ മമ്മൂക്ക ഒത്തുള്ള ഈ വെഞ്ചർ അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഗൗതം വാസുദേവൻ മേനോൻ മലയാളത്തിൽ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിനു മുന്നേ എനിക്ക് അറിയില്ല പുള്ളി ഏതെങ്കിലും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഒരു ടീസർ നൈസായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് കണ്ടിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആ വാഴയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള മീനാക്ഷി എന്നുള്ള ഒരു ആക്ട്രസ് ഉണ്ടല്ലോ, ആ കുട്ടിയെ കാണാണ്ടായി ആവുന്നതും അതിനെ പിന്തുടർന്ന പരിപാടികളൊക്കെയാണെന്നാണ് എനിക്ക് ഫീലായത്. നമ്മുടെ പാച്ചുവിൻ്റെ അത്ഭുത വിളക്കിലുള്ള ആ മാഡം ഉണ്ട് ഇതിനകത്ത്. അങ്ങനെ കുറച്ച് പേരൊക്കെ കണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് മെയിൻ നടി എനിക്ക് മനസ്സിലാകാത്ത, ഇവിടെ മലയാളത്തിലൊന്നും വേറെ ആക്ട്രസ്സുകളില്ലേ? എന്തിനാണ് മലയാളം കുറച്ച് അരിയം എന്നുള്ള രീതിയിലുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കണമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. വൈ എനിക്ക് മനസ്സിലാവുന്നില്ല. ഗൗതം വാസുദേവൻ മേനോൻ്റെ സ്ഥിരം പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട്. അതാത് സ്റ്റേറ്റിലുള്ള ആൾക്കാരെ കാസ്റ്റ് ചെയ്യില്ല എന്നാണ് തോന്നണേ. ഹിന്ദി നടിമാരെ കൊണ്ടുവന്ന് തമിഴ് പടത്തിൽ അഭിനയിപ്പിക്കും, തമിഴ് പടത്തിൽ മലയാളികളെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കും, മലയാളം പടത്തിൽ തമിഴ് നടിമാരെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കുന്ന പരിപാടിയാണെന്ന് തോന്നുന്നത്.
പുള്ളിക്ക് അത് ഹരമാണെന്നുണ്ട്. സെയിം ലാംഗ്വേജ് സംസാരിക്കുന്ന നടി ഞാൻ എടുക്കൂല, ഞാൻ വല്ലയിടത്തുനിന്ന് ആളെ കൊണ്ടുവരുള്ളൂ എന്നുള്ള മൈൻഡാണെന്നുണ്ട്. റിബൽ അതായിരിക്കാം. മെക്കാനിക്കൽ എഞ്ചിനീയറാണ്, ഞാൻ കൂടുതലൊന്നും അതുകൊണ്ട് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും സിനിമ വരട്ടെ, സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയാം. കണ്ടെടുത്തോളം 2 സംഭവങ്ങളും, ഒരു ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതും കണ്ടു, ഇപ്പോൾ ട്രെയിലറും കണ്ടു. രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു ഫൺ ലൈനിൽ പോകുന്ന, എന്നാൽ സീരിയസ് ആവാൻ ചാൻസ് ഉള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മൂഡ് അല്ലെങ്കിൽ ഒരു മർഡർ ആയേക്കാവുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു മൂവി ആയിട്ടാണ് ഫീൽ ആവുന്നത്. കാരണം ഷെർലോക്ക് അങ്ങനെ തന്നെയാണ്, കുറേ തമാശ ഉണ്ടാവും, സീരിയസ് ആവേണ്ട അടുത്ത് സീരിയസ് ആവും. അപ്പോൾ ഐ തിങ്ക് ദിസ് ഇസ് എ ഹൊമാജ് ടു ഷെർലോക്ക്. സർ ആർതർ കോണൻ ഡോയലിൻ്റെ ഷെർലോക്കിനെ തന്നെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. ഈ സീരീസ് ഇസ് ഓൾസോ ബേസ്ഡ് ഓൺ ദാറ്റ്. ഗൈ റിച്ചിയുടെ റോബർട്ട് ഡൗണി ജൂനിയറും ജൂഡ് ലോ അഭിനയിച്ചിട്ടുള്ള സിനിമയും ഇസ് ബേസ്ഡ് ഓൺ ദാറ്റ്. ഇതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ കാണടേ, ഇത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടോന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടു. ഫിംഗേഴ്സ് ക്രോസ്ഡ് ടർബോ പോലെ ആവാതിരുന്നാൽ മതി. മമ്മൂട്ടി കമ്പനിയുടെ എല്ലാ സിനിമകളും നന്നാവണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. അപ്പോൾ ടർബോ പോലെ ആവാതിരുന്നാൽ മതി എന്ന് മാത്രമാണ് എൻ്റെ ഒരു ആഗ്രഹം. അത്രേ ഉള്ളൂ. ടർബോ മോശം സിനിമയാണെന്നല്ല, എനിക്കിഷ്ടപ്പെട്ടില്ല എന്നേ ഉള്ളൂ ഞാൻ പറയുന്നത്. ഓക്കെ, ബൈ ബൈ.